വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തന പദ്ധതികളെ നമ്മൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ട സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് ഇത്രയും കാര്യങ്ങൾ KMCC കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പങ്കുവെച്ചത് അവർക്ക് സംഘടനയെ കുറിച്ചുകൊണ്ട് എന്താണ് KMCC എന്ന് ഒരു ആമുഖ വിവരം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലും അതിന്റെ ഒരു കീഴടമായി കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തായിക്കൊണ്ട് പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാൻ കഴിയാതെ അവസാനം നമ്മോട് വിട്ടുപറഞ്ഞ പ്രിയപ്പെട്ട കട്ടക്കാലൻ മൂസക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് ആ സമയത്ത് നമ്മൾ ശൈശവദശയിലായിരുന്നു നമ്മുടെ സംഘടന. ആ സമയത്തും നമ്മൾ കട്ടക്കാലൻ മൂസക്കൊക്കെ 50,000 രൂപ കൊടുത്ത് സഹായം ചെയ്യാൻ വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടുവന്ന റമദാനിന്റെ സമയത്ത് 90,000 രൂപയുടെ റിലീഫ് പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രവാസി സുഹൃത്തുക്കളുടെയും മറ്റുള്ള സഹോദരന്മാരുടെയും സഹകരണത്തോടുകൂടെ നമ്മൾ നടത്തിയത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിദേശ രാഷ്ട്രങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സുഹൃത്തിനും 16,000 രൂപ സഹായമായിക്കൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു അടിയന്തര സാഹചര്യം നമ്മുടെ നാട്ടിലെ അല്പം ആളുകൾക്ക് വന്ന സമയത്ത് 60,000 രൂപ നൽകിക്കൊണ്ടും അവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട സഹോദരന് അത്യാവശ്യമായിക്കൊണ്ട് ധനസഹായത്തിന്റെ ആവശ്യം വന്നപ്പോ 50,000 രൂപ നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ നമ്മൾ കടമായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ 10,000 രൂപ ഒരു സുഹൃത്തിനും മറ്റൊരു സുഹൃത്തിന് മറ്റൊരു 10,000 രൂപയും നമ്മൾക്ക് ധനസഹായമായിക്കൊണ്ട് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗ സഹായത്തിന് വേണ്ടി ചികിത്സാ സഹായത്തിനായിട്ട് 5,000 രൂപയും മറ്റൊരു വീട്ടിലേക്ക് അത്യാവശ്യ ഘട്ടം വന്നപ്പോ അവരുടെ വീട്ടിലെ ദയനീയ പരിസ്ഥിതി അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ 4,000 രൂപയുടെ പ്രത്യേക സഹായവും അവർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു വീട്ടിലേക്ക് സഹായത്തിന് വേണ്ടി നമ്മൾ കല്യാണ ധനസഹായമായിക്കൊണ്ട് 1,00,000 രൂപയും സഹായമായിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ലക്ഷങ്ങളുടെ സഹായങ്ങൾ നൽകാൻ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. വെറും 60-ൽ താഴെ വരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ 60ഓളം വരുന്ന സുഹൃത്തുക്കളിന് ഉന്നതമായ ജോലിയിൽ വിരാജിക്കുന്ന ആരും തന്നെ നമ്മുടെ നാട്ടിലില്ല. കേവലമായിക്കൊണ്ട് എല്ലാ ആളുകളും ചെറിയ ശമ്പളം, നമ്മൾക്കെല്ലാം അറിയാം, ചെറിയ ശമ്പളത്തിന് വിദേശ മണ്ണിൽ മെഴുകുതിരി പോലെ ഉരുകിയിരിക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ അവസ്ഥകൾ ആലോചിക്കാതെ, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ പോലും ആലോചിക്കാതെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ എപ്പോഴും അവരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മൾക്കറിയാം, ഇവിടെ നമ്മൾ അവിടെ വർഷങ്ങളോളം, അതല്ലെങ്കിൽ 1 വർഷം, 1.5 വർഷം, 2 വർഷത്തോളം നമ്മൾ അവിടെ ജോലി ചെയ്ത് പിന്നീട് നാട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥയും നമ്മൾക്കറിയാം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നല്ല സ്പ്രേ അടിച്ചുകൊണ്ട്, നല്ല മിനുക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഉന്നതമായ രീതിയിൽ നമ്മളെ പുറത്തേക്ക് ഇറങ്ങുമ്പോ പലപ്പോഴും അവരുടെ ഉള്ളിൽ, അവരുടെ പടയുന്ന ഹൃദയങ്ങൾ, അവരുടെ ഉള്ളിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല. പലപ്പോഴും നമ്മളോട് പ്രവാസി സുഹൃത്തുക്കളോട് നമ്മൾ തമാശ രൂപേണ കടം ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുമ്പോ ഇവിടെയുള്ള പലർക്കും പുച്ഛമായിരിക്കും. അവരുടെ അലമാറയിൽ, അവരുടെ ഷെൽഫുകളിൽ നോട്ടുകൾ അവിടെ കെട്ടുകളാക്കി വെച്ചിട്ട് തിരിച്ചു തരില്ല എന്ന അധൈര്യം കൊണ്ടാണല്ലോ നീ എനിക്ക് തരാതിരിക്കുന്നതെന്ന് പലപ്പോഴും തമാശ രൂപേണെങ്കിലും പറയാറുണ്ട്. പലപ്പോഴും ഇല്ലാഞ്ഞിട്ടാണ്, നൽകാനാകാഞ്ഞിട്ടാണെന്ന വസ്തുത പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഇങ്ങനെ നമ്മളെ പ്രവാസികളായ ആളുകൾക്ക് തന്നെ പരസ്പരം അറിയാം. ഇവിടെ വരുമ്പോ 1, 2 അതല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴേക്ക് അവർ കരുതി വെച്ചിരുന്ന ധനശേഖരങ്ങളെല്ലാം കാലിയായിട്ടുണ്ടാകും. പോക്കറ്റുകൾ കാലിയായിട്ടുണ്ടാകും. പലപ്പോഴും ഭാര്യയുടെ, ഉമ്മയുടെ, പെങ്ങളുടെ ആഭരണങ്ങൾ പണയം വെച്ചുകൊണ്ട് പിന്നീടും അവർ പത്രാസോടുകൂടെ ഉള്ള 2 മാസം, ഉള്ള 3 മാസം ഇവിടെ ആഡംബരത്തോടെ, ആർഭാടത്തോടെ, സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുമ്പോ പലപ്പോഴും അവർക്ക് പുച്ഛമായിരിക്കും, അവരോട് വലിയവനായെന്നൊരു ബോധമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലെ കത്തുന്ന മനസ്സിന്റെ ആ അഗ്നിജ്വാലയെ മനസ്സിലാക്കാൻ പലപ്പോഴും ഇവിടെ പലർക്കും കഴിയാതെ പോകുന്നു എന്ന ഒരു സത്യം
പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന